ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. അഭിസംബോധന രാത്രി 8 മണിക്ക്. ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള ആദ്യ പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും വിശദീകരിച്ച് സൈന്യത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം. ഇന്ത്യ യുദ്ധം ചെയ്തത് ഭീകരരോട് മാത്രം. പാകിസ്ഥാൻ സൈന്യം ഭീകരരോട് ചേർന്ന് നിൽക്കുന്നു. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തുവെന്നും വാർത്താ സമ്മേളനത്തിൽ. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു. കറാച്ചിയിലും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് ഇന്ത്യൻ സേന. ഇന്ത്യ പാക് സംഘർഷങ്ങളെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറക്കുന്നത് 32 വിമാനത്താവളങ്ങൾ. വ്യോമയാന മന്ത്രാലയം അറിയിപ്പ് നൽകി. നടപടി വ്യോമസേനയുടെ നിർദ്ദേശത്തെ തുടർന്ന്. APCCയുടെ പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. UDF കൺവീനറായി അടൂർ പ്രകാശ്. 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ചുമതലയേറ്റു. കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടെന്ന് സണ്ണി ജോസഫ്. തന്റെ കാലത്ത് പാർട്ടിക്ക് നേട്ടങ്ങൾ മാത്രമെന്ന് കെ സുധാകരൻ. സംഘടനയെ സെമി കേഡറാക്കി മാറ്റാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടി. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചു. താൻ എന്നും പ്രവർത്തകർക്കൊപ്പം ഉണ്ടാവുമെന്നും കെ സുധാകരൻ. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരൻ. ശിക്ഷയിൽ വാദം നാളെ. പ്രതി കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ. പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. കേസിൽ വിധി വരുന്നത് 8 വർഷങ്ങൾക്ക് ശേഷം. INS വിക്രാന്തിന്റെ വിവരം തേടിയ മലയാളി കസ്റ്റഡിയിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശി. ഫോൺ കോൾ വന്നത് കൊച്ചി നാവികസേന ആസ്ഥാനത്ത്. യുദ്ധത്തിനിടയിൽ കപ്പൽ എവിടെയെന്ന് അന്വേഷിച്ചായിരുന്നു ഫോൺ കോൾ. മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിൽ വൻ മണ്ണിടിച്ചിൽ. വലിയ പാറക്കല്ലുകളടക്കം റോഡിലേക്ക് വീണു. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിൽ കനത്ത മഴയെ തുടർന്ന്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി. പ്രഖ്യാപനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ. വിരമിക്കൽ ഉചിതമായ സമയത്തെന്ന് കോഹ്ലി. അവസാനിക്കുന്നത് 14 വർഷം നീണ്ട കരിയർ. കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. മരിച്ചത് കൊൽക്കത്ത സ്വദേശി മുൻതാജ് മീർ. പരിക്കേറ്റ 2 പേർ ചികിത്സയിൽ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ പുതിയ വാർത്തകളുമായി ആതിര CS.